ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അല്ലെ, അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ബാലൻ മിഥുന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മിഥുൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ബോധമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ അത് പറയുകയും ചെയ്തു. എങ്കിൽ പിന്നെ മിഥുനെ പോയി കാണാമെന്ന് കരുതി മിഥുനെ പോയി കണ്ടു. മിഥുനോട് എന്തോ വാശിയും വൈരാഗ്യം ഉള്ളത് പോലെയാണ് നമ്മുടെ ബാലൻ പെരുമാറുന്നത്. കാരണം മിഥുൻ ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ മിത്രയുടെ ഫോട്ടോ എന്തിനും മിഥുന്റെ കയ്യിൽ കൊണ്ട് നടക്കുന്നു, അതും പേഴ്സിൽ. ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരിക്കലും കൊണ്ട് നടക്കില്ലല്ലോ നീ അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ചോദിച്ചിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ബാലൻ ആ മുഖത്തിരിക്കുന്ന ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് വലിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നതുകൊണ്ട് എന്തോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ബാലന് ഭ്രാന്താണോ വട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. സമനിലയില്ലാതെ ഓരോന്ന് കിടന്നിങ്ങനെ ചെയ്യുന്നല്ലേ. ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ സത്യമായിട്ടും ഭാര്യമാരും മക്കളുമാരൊക്കെ പെട്ടുപോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് ഇപ്പം ഗോമതിയും, അതുപോലെ തന്നെ നമ്മുടെ ആര്യനും മിത്രയും മീനാക്ഷിയും ഒക്കെ പെടാൻ പോകുന്നത്. ആര്യനും മിത്രയും മീനാക്ഷിയും ഗോമതിയും കൂടി നിന്നാണല്ലോ ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പം ഗോമതിക്ക് ഇതിൽ പങ്കുണ്ട്, മീനാക്ഷിക്ക് ഇതിൽ പങ്കുണ്ടെന്നൊരു ചെറിയ സംശയം നമ്മുടെ ബാലനുണ്ട്. അത് ബാലൻ നാളെയും കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യാൻ. കാരണം ഗോമതിയുടെ ഈ ഒരു പേടിയും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും തോന്നിപ്പോവും. അങ്ങനെ ഗോമതിയുടെ പുറകെ നടക്കുന്ന സീനുകൾ നാളെയും കാണിക്കുന്നുണ്ട്. ഗോമതിയുടെ പുറകെ നടന്നിട്ട് പാട്ടുകളൊക്കെ പാടുകയും ഗോമതിനെ കിന്നിരിക്കുകയും എന്തോ അവരിപ്പം മറ്റേ പ്രേമിക്കുന്നവരെ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത്. ഗോമതി ആണെങ്കിൽ ഇതെല്ലാം കണ്ട് മതിമറന്ന് അങ്ങോട്ട് നിൽക്കുകയാണ്. ഗോമതിക്കാണെങ്കിലോ തന്റെ ഭർത്താവിനോട്, തന്റെ ഭർത്താവ് തനിക്ക് തരുന്ന സ്നേഹം, അയ്യോ ബാലേട്ടൻ വേറൊരാളായിരുന്നല്ലോ. നമ്മുടെ ബാലൻ എന്ന് പറയുന്നത് ഒരു പരുക്കൻ സ്വഭാവമുള്ള, എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന, ഒരു റൊമാൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. പെട്ടെന്ന് റൊമാൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാവം ഗോമതി അതിലങ്ങ് മതിമറന്നും പോയി. അപ്പൊ ഇതിനിടയിൽ ഒരു രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഗോമതിയുടെ അമ്മ. ആ രഹസ്യം തുറന്ന് നമ്മുടെ ഗോമതിയോട് പറയണം. അപ്പം ഗോമതിക്ക് സന്തോഷം വരുന്നൊരു രഹസ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പ്രമാണത്തിന്റെയും ആ ഒരു വീടിന്റെയും ഒക്കെ സത്യത്തിൽ ഇപ്പോൾ ഓണർ ഗോമതിയാണ്. ഗോമതിയുടെ കയ്യിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രമാണവും എല്ലാം ഇരിക്കേണ്ടത്. ഗോമതിയുടെ പേരിലാണ് വീട്. ഗോമതിയുടെ സൈൻ ഇല്ലാതെ ഒരിക്കലും ഈ വീട് നമ്മുടെ അലോഹിനെ എഴുതി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോമതിയുടെ അമ്മ കൊണ്ടു നടക്കുന്ന ആ ഒരു വലിയ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടി ഗോമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോമതിയുടെ അടുത്തേക്ക് അത് പറയാൻ വേണ്ടി വരുന്നു, അത് പറയാൻ തുടങ്ങുന്നു. അപ്പം ഗോമതി ആണെങ്കിൽ അമ്മേ ബാ അമ്മേ, എന്താ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്ത് ആരും കാണാതെയാണ് വരുന്നത്. അവിടെയാണെങ്കിൽ എല്ലാവരും എപ്പോഴും ഗോമതിയുടെ അമ്മയുടെ പുറകെയുമാണ്. അവരാണെങ്കിൽ ചോദിച്ചു മടുത്തു, എന്താണ് പ്രമാണം എവിടെ പോയി, എന്താണ് ഇതുവരെ എഴുതി കൊടുക്കാത്തത്, അതുകൊണ്ട് അലോഹിന്റെ കല്യാണവും നടക്കുന്നില്ല. അപ്പൊ ആകെ മൊത്തം അവർക്കും അച്യുതനും ആനന്ദനൊക്കെ ആ ഒരു ദേഷ്യത്തിലാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഗോമതിയുടെ അമ്മയുടെ ആ ഒരു ദേഷ്യമുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പം. അപ്പം ഫോണും കൂടെ വിളിക്കുന്ന ഇന്ന് കാണുകയും കൂടെ ചെയ്തില്ല. അപ്പൊ ബാങ്കിലെ മാനേജർ അങ്ങാണ്ടങ്ങന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി ഒഴിഞ്ഞു മാറിയെങ്കിലും എങ്ങനെയെങ്കിലും ഗോമതിനെ കാണുന്ന ഈ രഹസ്യം പറയാൻ വരികയാണ്. ഈ രഹസ്യം പറയാൻ വരുമ്പോഴത്തേക്കും ദാ വരുന്നു നമ്മുടെ ബാലൻ. വീണ്ടും നമ്മുടെ ബാലൻ വരുന്നത് കൊണ്ട് ഗോമതിയോട് ആ രഹസ്യം പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ബാലൻ വരികയും ദേവിയോട് ആദ്യം കുറച്ച് പരുക്കനായിട്ട് പെരുമാറുകയും അതിനോടൊപ്പം തന്നെ പ്രേമിക്കുകയും എന്തൊക്കെയോ അറിഞ്ഞ ഭാവത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യാണ്. ഇതൊക്കെ കണ്ടിട്ട് ഗോമതിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ തോന്നുകയാണ്. എപ്പോഴും ഗുരുവായൂരിന്റെ കാര്യം പറയുന്നു, അതുപോലെ ആര്യന്റെയും മിത്രയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് അത് തന്നെ പറ്റൂ എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷി വീട്ടിലെത്തുമ്പോൾ മീനാക്ഷിയോട് ഗോമതി കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ മീനാക്ഷിയും പറഞ്ഞു, അയ്യോ അങ്ങനെ അച്ഛൻ ചോദിച്ചെങ്കിൽ എന്നോടും അച്ഛൻ ചോദിച്ചായിരുന്നു, ആര്യന്റെയും മിത്രയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ആര്യയോടും മിത്രയോടും പറയുന്നുണ്ട്. അപ്പൊ മിത്രയ്ക്ക് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും മിത്രയ്ക്കും വല്ലാത്തൊരു പേടി തോന്നും. ഇനിയിപ്പോ എന്ത് ചെയ്യും, വിവാഹ സർട്ടിഫിക്കറ്റിന് ഞാൻ എന്ത് ചെയ്യാനാ, വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ ഇപ്പം, വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നാണ് തോന്നുന്നത് ഇവർക്ക്. അതും ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടന്നതുകൊണ്ട് ഇനിയിപ്പം വിവാഹ സർട്ടിഫിക്കറ്റ് ഗുരുവായൂരിൽ നിന്ന് എടുക്കേണ്ടി വന്നാലും ഗുരുവായൂരില് ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് നമ്മുടെ ഗോമതി അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ മീനാക്ഷി അവിടെ ഉണ്ടായിരുന്നു, ആര്യന് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഈ ഒരു വിവാഹം നടന്നത് ഗോമതിയുടെയും മീനാക്ഷിയുടെയും സമ്മതപ്രകാരമാണെന്ന് അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും. അപ്പൊ ഇവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഗോമതിയും നമ്മുടെ മീനാക്ഷിയും കൂടി.
അവിടെയാണെങ്കിൽ നമ്മുടെ ദേവി തകൃത എന്ന് പറഞ്ഞുകൊണ്ട് കട നല്ല സെറ്റപ്പായിട്ട് തകൃതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സപ്പോർട്ടിന് ഇപ്പം രാമേട്ടനും ഉണ്ട്. രാമേട്ടൻ എൻ്റെ പൊന്നോ ദേവിന്ന് വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ടും നാക്കിന്നങ്ങ് ചാടിപ്പോകൂട്ടോ. അതുപോലെ തേനും പാലും ഒലിക്കും. അതാണ് ഇപ്പം നമ്മുടെ ദേവി. രാമേട്ടന്റെ മുമ്പിൽ ദേവി ഇപ്പം പെർഫെക്റ്റ് ആണ്. മാത്രമല്ല ദേവിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ഒരു പ്രശ്നം അങ്ങോട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്യും. കാരണം മല പോലെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ വെറും എലി പോലെ വിട്ട ആളാണ് ദേവി. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചെറിയ റെസ്പെക്റ്റും നമ്മുടെ ദേവിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച്, അതായത് ദേവീനെ പൊക്കി പറയുന്നത് കുറച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് തീരെ ഇഷ്ടമല്ല ആകാശിന് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ആകാശിനോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ. നീ ഇതൊന്നും കണ്ടിട്ട് അവള് നല്ലവളാണെന്ന് കരുതരുത്. ഒരിക്കലും അവള് നല്ലവളൊന്നും അല്ല. അവൾ ആരാ മോളെന്നറിയാമോ? തന്ത്രപൂർവ്വമായിട്ട് നിൽക്കാൻ പഠിച്ചവളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആകാശ് പറയുന്നുണ്ട്, എനിക്കറിയാം, അങ്കിള് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദേവിയിടത്തിന് ഞാൻ കാണാൻ തുടങ്ങിയത് എന്ന് മുതലാ, അപ്പം മുതൽ എനിക്കറിയാം. അതുപോലെ അച്ഛൻ കുറച്ച് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ആർക്ക്? ദേവിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അത് മുതലെടുക്കുന്നതാണ്. ഏതായാലും അത് ഒത്തിരി ദിവസം ഒന്നും വെച്ച് പൊറപ്പിക്കത്തില്ല. അച്ഛൻ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയില്ല. ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നടക്കുകയാണ്. നടുവേദന എന്താ കുറയാത്തതെന്ന് അറിയില്ല. ഏതായാലും നാളെ മുതൽ അച്ഛൻ വരും, അത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാലൻ ഈ ഹോസ്പിറ്റലിൽ ഇറങ്ങി കയറി നടക്കുന്നത് കൊണ്ട് കടയിൽ വന്ന് ചൊവ്വേനേരം നോക്കി ഇരിക്കാനോ സമാധാനത്തോടു കൂടി സാധനങ്ങൾ എടുത്തു കൊടുക്കാനോ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ദേവി കുറച്ച് ദിവസം കൂടെ അവിടെ പിടിച്ചു നിൽക്കും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗോമതിയുടെ അമ്മ ഗോമതിനെ കാണാനായിട്ട് വരുന്നതൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ അനന്തൻ കാണുന്നുണ്ട് കേട്ടോ. അനന്തൻ കാണുന്നുണ്ട് കേട്ടോ. അനന്തനാണോ അച്യുതനാണോ അതിൽ ആരോ ഒരാൾ കാണുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് ബാലൻ വന്നത് കൊണ്ട് തന്നെ എന്താ കാര്യം എന്നൊന്നും പിടികിട്ടിയിട്ടുമില്ല, പറഞ്ഞില്ല. അപ്പൊ എന്തിനാണ് ഗോമതിയെ കാണാൻ പോയത് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. ആ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഗോമതിനെ കാണാൻ പോയത് ഞാൻ വേറെ ഒന്നിനുമല്ല, അവളെന്റെ മോളല്ലേ, ഇടയ്ക്ക് കാണാനുള്ള ഒരു ആഗ്രഹമൊക്കെ എനിക്കും തോന്നൂലേ എന്ന് പറയുന്നുണ്ട്. ഓഹോ, അവൾ എന്ന് മുതൽ അമ്മയുടെ മോളായത് എന്നൊക്കെ ചോദിച്ചാൽ അതിനെ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അവനെ ഒരിക്കലും ഞാൻ വിടില്ല, മിഥുന് എല്ലാ സത്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അവന് ബോധം തെളിഞ്ഞ് സംസാരിക്കുന്നത് വരെ ഞാൻ അവന്റെ പുറകെ കാണുമെന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗോമതി വീണ്ടും അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, എന്താ ബാലേട്ട എന്ന് ചോദിക്കുമ്പോ ബാലൻ ആരാണെന്ന് അറിയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ അറിയാതെ വായിന്ന് വീണു പോവാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ബാലന്റെ ഈ നോട്ടവും രൂക്ഷമായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതിക്ക് അങ്ങ് പേടിയായി പോയി. ഗോമതി എന്താ ബാലേട്ടാ പറ്റിയെന്ന് ചോദിച്ചപ്പം, ഒന്നുമില്ല ഗോമതി, അതെ ഞാൻ വെറുതെ അല്ല, എന്തോ 2-3 ദിവസമായിട്ട് ബാലേട്ടൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ ബാലേട്ടന് പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. ബാലേട്ടൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിലും ബാലേട്ടൻ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കരുതെന്ന് പറഞ്ഞപ്പം എല്ലാവരും എന്നിൽ നിന്നും പലതും ഒളിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് ബാലേട്ടൻ എന്താ ഈ പറയുന്നത്? അല്ല, എല്ലാവരുടെയും മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാൻ പല കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഗോമതി, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. അത് നീ വലിയ കാര്യമാക്കി എടുക്കുമൊന്നും വേണ്ടാന്ന് പറയാം. അത് മാത്രമല്ല, ഗോമതിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത്. എന്തോ സാരിയോ എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കറക്റ്റാന്ന് അറിയില്ല. ഏതായാലും എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. അറിയാം, ബോറാണ്, നമ്മുടെ കഥ ബോറായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷെ കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്തിരിപ്പുണ്ടല്ലോ. അപ്പം നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ കാണും. ഒരു കാര്യമാകുമ്പോൾ പോസിറ്റീവ് പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം, കഥ പതുക്കെയാണ് നീങ്ങിപ്പോകുന്നത്. നമുക്കിതിന്റെ തമിഴ് വേഷനും ഹിന്ദി വേഷനും കണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് കഥ പോകുന്നത്. പാണ്ഡ്യൻ സ്റ്റോർസ് എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, സൂപ്പറായിട്ടാട്ടോ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ അയലത്ത് പോലും എത്താൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.